ചിലർ വളരെ മെലിഞ്ഞ ശരീരമുള്ളവരാണ്. ചിലർക്ക് എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. മറ്റു ചിലർ ശാന്ത സ്വഭാവവും ശാന്തമായ ശരീരമുള്ളവരും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആയുർവേദം പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ശരീരം 3 പ്രധാന ദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയാണ് വാതം, പിത്തം, കഫം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ശരീരപ്രകൃതി ഏതാണ് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദ്യം നോക്കാം വാതപ്രകൃതി. വായുവിൻ്റെയും ആകാശത്തിൻ്റെയും സ്വഭാവമാണ് വാതം. അതുകൊണ്ട് തന്നെ വാതപ്രകൃതിയുള്ളവർ സാധാരണയായി വളരെ ആക്റ്റീവായിരിക്കും. മെലിഞ്ഞ ശരീരം, വരണ്ട ചർമ്മം, തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ട്, വേഗത്തിൽ സംസാരിക്കുക, ഒരുപാട് ഐഡിയാസ് ഉണ്ടാകും. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും. ഇവർക്ക് എനർജി ഒരുപാടുണ്ടെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരാനും സാധ്യതയുണ്ട്. വാതം കൂടുമ്പോൾ ജോയിൻറ്റ് പെയിൻ, ആങ്സൈറ്റി, ഉറക്കക്കുറവ്, ഗ്യാസ്, ബ്ലോട്ടിംഗ്, കൈകാലുകൾ തണുത്തുപോകൽ ഇവ ഉണ്ടാവാം. വാതം ബാലൻസ് ചെയ്യാൻ ഇവ ശ്രദ്ധിക്കുക. ചൂടുള്ള ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം ഉറപ്പാക്കുക, എണ്ണയിട്ടുള്ള മസാജ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാം, അധിക ഫാസ്റ്റിംഗ് ഒഴിവാക്കുക. വാതപ്രകൃതിയുള്ളവർ ജീവിതത്തിൽ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവരായിരിക്കും. ഇനി പിത്തപ്രകൃതി. പിത്തം എന്നത് അഗ്നിയുടെ ശക്തിയാണ്. ശരീരത്തിൽ ചൂട് കൂടുതൽ, വിശപ്പ് പെട്ടെന്ന് വരും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും, ഷാർപ്പ് ഇൻ്റലിജൻസ്, പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം. പക്ഷേ പിത്തം കൂടുമ്പോൾ പെട്ടെന്ന് കോപം, അസിഡിറ്റി, ഹെയർ ഫോൾ, പിമ്പിൾസ്, ബേണിംഗ് സെൻസേഷൻ ഇവ ഉണ്ടാവാം. പിത്തം ബാലൻസ് ചെയ്യാൻ തണുത്ത ഭക്ഷണങ്ങൾ, വെള്ളം കൂടുതലായി കുടിക്കുക, സ്പൈസി ഫുഡ് കുറയ്ക്കുക, കോക്കനട്ട് വാട്ടർ കുടിക്കുക, സ്ട്രെസ് കുറയ്ക്കുക. പിത്തപ്രകൃതിയുള്ളവർ സാധാരണയായി ആംബിഷ്യസ് ആയിരിക്കും. ഇനി കഫപ്രകൃതി. ഭൂമിയുടെയും ജലത്തിൻ്റെയും സ്വഭാവമാണ് കഫം. കഫപ്രകൃതിയുള്ളവരുടെ ലക്ഷണങ്ങൾ: ശക്തമായ ശരീരം, കാം പേഴ്സണാലിറ്റി, നല്ല പേഷ്യൻസ്, നല്ല സ്കിൻ ഗ്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി നേച്ചർ. പക്ഷേ കഫം കൂടുമ്പോൾ ബോഡി വെയ്റ്റ് ഇൻക്രീസ്, ലേസിനെസ്, എക്സസീവ് സ്ലീപ്പ്, കോൾഡ് ഇവയെല്ലാം ഉണ്ടാവാം. കഫം ബാലൻസ് ചെയ്യാൻ എക്സസൈസ്, ലൈറ്റ് ഫുഡ്, ഷുഗറി ഫുഡ് കുറയ്ക്കുക, മധുരം ഒഴിവാക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. കഫപ്രകൃതിയുള്ളവർ വളരെ കെയറിങ് ആയിരിക്കും. സത്യത്തിൽ ഓരോരുത്തരിലും ഈ 3 ദോഷങ്ങളും ഉണ്ടാകും. പക്ഷേ ഓരോന്നാണ് കൂടുതൽ ഡോമിനൻ്റ് ആയിരിക്കുക. നിങ്ങൾക്ക് ഏത് പ്രകൃതിയാണെന്ന് കമൻറ്റിൽ പറയൂ. വാതമാണോ, പിത്തമാണോ, അല്ലെങ്കിൽ കഫമോ? ഇത്തരത്തിലുള്ള കൂടുതൽ ആയുർവേദ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്